കത്തോലിക്ക മെത്രാന്മാർ എത്ര വേഗം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവസരങ്ങളുടെയും സാധ്യതകളുടെയും ഒരു രാഷ്ട്രീയമുണ്ട്. അതിനെ അവർ തിരിച്ചറിയണം. കേരളം ഒരു സാധാരണ സംസ്ഥാനമൊന്നുമല്ല. ഇവിടെ മതസമൂഹങ്ങൾ വെറും വിശ്വാസ സമൂഹങ്ങളുമല്ല, അവ രാഷ്ട്രീയ സ്വാധീന കേന്ദ്രങ്ങളാണ്. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ മുസ്ലിം ലീഗ്, വിവിധ ക്രൈസ്തവ രാഷ്ട്രീയ ഘടകങ്ങൾ, ഹിന്ദു സംഘടനകളെല്ലാം അധികാര വിനിമയത്തിൻ്റെ ഭാഗമാകും. അല്ലാത്തപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വത്തിന് ആത്മീയ പരിധിയിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. അവർ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൻ്റെ നടുവിലാണ് നിലകൊള്ളുന്നത്. ഇത്തരം സാഹചര്യത്തിലാണ് കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് എന്നുകൂടി എടുത്തു പറയണം. അത് ദേശീയ തലത്തിലാണ് ചർച്ചയായത്. കേരളത്തിലെ മുസ്ലിം മത നേതൃത്വം പരമ്പരാഗതമായി UDF രാഷ്ട്രീയത്തോട് അടുത്തു നിന്നിട്ടും കേന്ദ്രത്തിലെ BJP നേതൃത്വവുമായി തന്ത്രപരമായ ബന്ധം നിലനിർത്താൻ അവർ മടിച്ചിട്ടേയില്ല. വിമർശനങ്ങൾ പലതുമുണ്ടാകാം, പക്ഷേ പല കാര്യങ്ങളിലും അവർക്ക് നിലപാടുകളുണ്ട്. അധികാര കേന്ദ്രങ്ങളുമായൊരു ബന്ധം അത്യാവശ്യമാണ്. കാരണം തീരുമാനങ്ങൾ അവിടെ നിന്നും കീഴ്പോട്ടാണ് വരുന്നത്. എന്നാൽ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നിലപാട് പലപ്പോഴും പ്രതികരണാത്മകമാണ്. അതായത് പ്രോ ആക്റ്റീവ് അല്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധം പുലർത്തുമ്പോൾ സംസ്ഥാനത്തെ ഇടതുപക്ഷ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വിമർശനം ഉയരുമെന്നത് സ്വാഭാവികം, വ്യക്തം. BJP സർക്കാരിനുള്ള സമീപനം പോലും സംശയത്തോടെ കാണുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ കേരളത്തിലുണ്ട്. അതിൻ്റെ ഫലമായി സഭ ഒരു പ്രതിരോധ മനോഭാവത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ NSSലെ സുകുമാരൻ നായർ പറഞ്ഞതുപോലെ സമദൂര സിദ്ധാന്തം, അതല്ലെങ്കിലും അതുപോലെ. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ വലിയ സ്വാധീനവും പങ്കും വഹിക്കുന്നുണ്ടെങ്കിലും നൈരൂപ്യന ഘട്ടങ്ങളിൽ ഈ ക്രൈസ്തവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വയംഭരണം, പിന്നോക്ക ജാതിയിൽപ്പെട്ട ക്രിസ്ത്യാനികളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ സഭയുടെ ആവശ്യങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദം, ഇതൊന്നും ഫലപ്രദമല്ല. മറിച്ച് അധികാര രാഷ്ട്രീയത്തിലേക്ക് മാത്രമാണ് ചില സഭാ മെത്രാന്മാരുടെ ഇടപെടൽ പോകുന്നത്. ആരും സ്ഥിരം ശത്രുവോ സ്ഥിരം മിത്രമോ അല്ലെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. ഇടതുപക്ഷവും കോൺഗ്രസും BJPയും എല്ലാവരും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വോട്ടിനായി മതസമൂഹങ്ങളിൽ ഇടപെടും. എന്നാൽ ക്രൈസ്തവ നേതൃത്വം പലപ്പോഴും നൈതിക ഉയർന്ന നിലപാടിൽ നിന്നുള്ള പ്രസ്താവനകൾ മാത്രം ഒതുങ്ങിങ്ങ് പോകും. ഭരണാധിപന്മാർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന മെത്രാന്മാർ തന്ത്രപരമായ രാഷ്ട്രീയ ഇടപെടലിൽ അത്ര ശക്തമായി ഇറങ്ങുന്നില്ല. ദൈവം തന്ന ബുദ്ധിയും കഴിവുകളും ഉപയോഗിക്കാതെ പ്രാർത്ഥനയിൽ ഒതുങ്ങിയാൽ ദൈവം തന്നെ മുഖം തിരിച്ചെന്ന് വരും. ഇത് വെറും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല, കേരളത്തിലെ തന്നെ നിലനിൽക്കുന്ന അധികാര രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാകുന്ന മണ്ഡലങ്ങളിൽ പോലും സഭയുടെ പൊതു സന്ദേശം ഈ സുകുമാരൻ നായരുടെ NSSന്റെ സമൂഹം പോലെ വ്യക്തമല്ലാത്ത ഒരു സന്ദേശമാണ്. അതിൻ്റെ ഫലമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സഭയുടെ പിന്തുണ ഉറപ്പാണ് ധാരണ പൊതുവെ രൂപപ്പെടും. സഭയാണോ അത് ഞങ്ങൾക്കൊപ്പം, അതാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. ഒരു അടിസ്ഥാന കാര്യമാണ്. സഭ സമൂഹത്തിൻ്റെ ആത്മീയ സംരക്ഷകനായി മാത്രം തുടരണമോ, അതോ മാറുന്ന കാലഘട്ടത്തിനും സമൂഹത്തിനനുസരിച്ച് സഭയും സഭയുടെ നിലപാടുകളും മാറണോ, അതോ സമൂഹത്തിൻ്റെ അവകാശങ്ങൾ ഉറപ്പാക്കുന്ന രാഷ്ട്രീയ ഇടപെടലിലും സഭ വ്യക്തമായ നിലപാടെടുക്കണമോ? രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ജനമാണെങ്കിൽ, അതിൽ വിശ്വാസികളുണ്ടെങ്കിൽ സഭ എടുത്തിരിക്കണം. അതാണ് നീക്കം. കേരളത്തിൽ മുസ്ലിം നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ സംസ്ഥാനത്തും കേന്ദ്രത്തിലും വേറിട്ട തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അതേസമയം ഈ ക്രൈസ്തവ നേതൃത്വം പലപ്പോഴും ഒരേ രാഷ്ട്രീയ രേഖയിൽ തന്നെ നിൽക്കുന്നു. ഇത് മെത്രാന്മാരുടെ ദീർഘവീക്ഷണക്കുറവാണ്. സഭയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പോലും തീർക്കാൻ കഴിയാത്ത മെത്രാന്മാർ എങ്ങനെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തീർക്കും? രാഷ്ട്രീയം എന്നൊരു പാർട്ടി പക്ഷതയല്ല, അത് രാഷ്ട്രീയമാണ്, സ്വാധീനശേഷിയാണ്, വിശ്വാസികൾക്ക് വേണ്ടിയാണ്, സഭാജനങ്ങൾക്ക് വേണ്ടിയാണത്. കേരളത്തിലെ കത്തോലിക്ക സമൂഹം സംഖ്യാബലത്തിലും സാമൂഹിക മൂലധനത്തിലും ശക്തരാണ്. ആരോടും രാഷ്ട്രീയപരമായി അകന്നു നിൽക്കാൻ സഭ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ആ ശക്തി രാഷ്ട്രീയമായി കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് തുറന്ന ചോദ്യം. സഭാ നേതൃത്വം അവസരങ്ങളെയും സാധ്യതകളെയും ഒരിക്കലും തിരിച്ചറിയാറില്ല. ഒടുവിൽ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളത്ത് കുർബാന വിഷയത്തിൽ സംഭവിച്ചതുപോലെയാണ്. കേരളത്തിലെ സങ്കീർണമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആത്മീയതയും രാഷ്ട്രീയ ബോധവും വേർതിരിക്കാനാകില്ല. രണ്ടും ഒന്നാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇന്ന് കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് നേതൃത്വത്തിന് മുന്നിൽ വലിയ വെല്ലുവിളി ഇതാണ്. നിഷ്പക്ഷതയുടെ പേരിൽ നിഷ്ക്രിയത്വത്തിലേക്ക് നീങ്ങണമോ, അല്ലെങ്കിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്ത്രപരമായ ഇടപെടലിലൂടെ സമുദായത്തിൻ്റെ അവകാശങ്ങൾ ഉറപ്പിക്കണം? ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ജനാഭിമുഖ കുർബാന നടപ്പിക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുകൂലമായി നീങ്ങേണ്ടതാണോ വിശ്വാസികൾ? അല്ലെങ്കിൽ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ഏകീകൃത കുർബാന അർപ്പിക്കാനുള്ള നടപടികൾ ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞ് അതിന് അനുസൃതമായി നീങ്ങേണ്ടതാണ് വിശ്വാസികൾ? അല്ല.
രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വാസത്തിൽ ഇടപെടാൻ യാതൊരു അവകാശവുമില്ല. അത് CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും മറ്റേത് പാർട്ടി ആയാലും. പക്ഷേ രാഷ്ട്രീയം എന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു മീമാംസയാണ് രാഷ്ട്രീയം. അപ്പോൾ ഇവർ വിശ്വാസികളാകാം, അവിശ്വാസികളാകാം, മറ്റു മതവിശ്വാസികളാകാം. സഭയിലെ വിശ്വാസികൾ ഈ രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെങ്കിൽ അവർ എന്ത് നിലപാടെടുക്കണമെന്ന് സഭ പറയണം. അല്ലെങ്കിൽ സഭയ്ക്ക് വ്യക്തമായ നിലപാടുണ്ടായിരിക്കണം. ആ നിലപാടിന് അനുസൃതമായിട്ടായിരിക്കണം വിശ്വാസികൾ നീങ്ങേണ്ടത്. സഭയിലെ വിശ്വാസികളായ രാഷ്ട്രീയക്കാർ നീങ്ങേണ്ടത്. രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലാത്ത വിശ്വാസികൾക്ക് സ്വന്തം തീരുമാനമെടുക്കാം. പക്ഷേ ഇവിടെ മെത്രാന്മാർ ഒന്ന് ചിന്തിച്ചിരിക്കേണ്ട കാര്യം, ഇങ്ങനെ നിഷ്ക്രിയരായി തുടരണോ അതോ സഭാ മക്കളുടെ ധാർമ്മികമായ, സാമൂഹികമായ, ഭൗതികമായ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയത്തെ എടുത്ത് പ്രയോഗിക്കണോ? നിങ്ങൾ തന്നെ തീരുമാനിക്കണം.